തിരുവനന്തപുരത്തേക്ക് വന്നാൽ സംസ്ഥാനത്ത് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. സംസ്ഥാനത്തെ മഴക്കെടുതി വിലയിരുത്തും. സൂര്യ, മന്ത്രിസഭാ യോഗം ചേരുന്നു. പ്രധാനമായും മഴക്കെടുതി തന്നെ പ്രധാന വിഷയമായി വരും എന്ന് അറിയുന്നു. മഴ ദുരിതങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഒരു മഴക്കെടുതി മന്ത്രിസഭാ യോഗം ചർച്ചയാക്കുക? ഫിജി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽ മഴയിൽ തന്നെ വലിയ രീതിയിലുള്ള ദുരിതമാണ് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന ഒരു അറിയിപ്പും ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക മഴക്കെടുതികളും വരാനിരിക്കുന്ന മഴ ശക്തമാകുന്നതോടുകൂടി വരാനിരിക്കുന്ന ദുരിതങ്ങളെ എങ്ങനെ അതിജീവിക്കാം, എങ്ങനെ പ്രതിസന്ധികളെ മറികടക്കാം എന്നൊരു കാര്യവും തന്നെ ആയിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതികളുടെയൊക്കെ പണി കൊണ്ട് തലസ്ഥാന നഗരി അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. വലിയ രീതിയിലുള്ള പ്രതിസന്ധി യാത്രക്കാരും അതുപോലെ തന്നെ സമീപം താമസിക്കുന്നവരും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. പൊതുവെ ഇത്തരത്തിൽ പണികൾ നടക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ മഴക്കാല പൂർവ്വ ശുചീകരണമൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന് നഗരസഭയ്ക്കെതിരെ വിമർശനങ്ങളും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ ആമിഴഞ്ചാൻ തോട് അതുപോലെ തന്നെ കിള്ളിയാറൊക്കെയാണ് ഇന്നലെ ഈ പെയ്യുന്ന മഴയിലൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുകയും തലസ്ഥാന നഗരിയെ വെള്ളത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ നദികളിലെയും തോടുകളിലെയും ഒന്നും തന്നെ ശുചീകരണ മഴക്കാലത്തിന് മുമ്പ് തന്നെ നടത്തിയിട്ടില്ല എന്ന രൂക്ഷ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഇന്നലെ തന്നെ പല റോഡുകളും വീടുകളും ഒക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യമൊക്കെ തന്നെ ഒരുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ജില്ലാ ഭരണകൂടം മറ്റ് നടപടികളിലേക്ക് തന്നെ കടക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ മഴക്കെടുതിയും വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന് തന്നെയായിരിക്കും മന്ത്രിസഭാ യോഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജൂൺ 15 എന്നൊരു ഡെഡ് ലൈൻ ഈ റോഡുകളുടെ പണി പൂർത്തിയാക്കുവാൻ വേണ്ടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘം നൽകിയിട്ടുണ്ട്. ഈ ദിവസത്തിനുള്ളിൽ തന്നെ പണികൾ പൂർത്തിയാക്കുവാൻ കഴിയുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കേണ്ടത് അടക്കമുള്ള വിഷയങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ഇത്തരത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനങ്ങളെ എങ്ങനെ മറികടക്കാം, അവർ നടത്തുന്ന ഈ സമരങ്ങളെയും മറ്റ് കാര്യങ്ങളെയും ഒക്കെ തന്നെ എങ്ങനെ മറികടക്കാം, അവർക്ക് എത്തരത്തിൽ മറുപടി നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നൊരു പക്ഷേ ചർച്ചയുണ്ടായേക്കും. ഫിജി. ശരി, സൂര്യഗായത്രി റിപ്പോർട്ട് ചെയ്യുന്നു. മഴക്കെടുതിയിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുകയാണ്.